നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ട് കാര്യങ്ങളുണ്ട്, വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്രിസ്തീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു, അപ്പോൾ ക്രിസ്ത്യാനിയായി ജീവിച്ചു, അതൊരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ജ്ഞാനസ്ഥാനപ്പെടുത്തിയപ്പോൾ തന്നെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ അവിടെ കെയർ ഓഫിലല്ലേ ജ്ഞാനസ്ഥാനപ്പെടുത്തിയിരിക്കണത്. എന്നിട്ട് നമ്മൾ മുതിർന്നപ്പോഴേ ഈ വിശ്വാസം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ജീവിച്ചപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അത് വിളിക്കപ്പെടും. ജ്ഞാനസ്ഥാനം ഒരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് നീതീകരിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുപ്പ് ചിലപ്പോൾ ചിലർ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ, അവർ തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ പ്രമാണം ചെയ്യാം, വസ്തു പ്രമാണം ചെയ്യാം, പണം കൈമാറാം. പക്ഷേ പൊക്കൂര ചെയ്യണ വേറെ വിഷയമാണ്. പൊക്കൂര ചെയ്യണമെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി കരമടച്ചിട്ട് നമ്മുടെ പേരിൽ തണ്ടപ്പേര് പിടിച്ചിട്ട് നമ്മൾ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കണം. അപ്പോഴാണ് ഗവൺമെൻറ്, അപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അവിടെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകണം, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കേവലം ജ്ഞാനസ്ഥാനപ്പെട്ട സന്തതികളായി നമ്മൾ ജനിച്ച് മരിച്ചു പോകും. പ്രമാണമുണ്ട്, പക്ഷേ ഇത് നമുക്കറിയാമല്ലോ, ഇത് വെച്ച് ഒരു പൊടികോരി തിന്നാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല. കാര്യം എന്താണ്? എല്ലാവരും നടക്കുന്നത് പട്ടയം ആണ്, പക്ഷേ അത് നമുക്ക് ടാക്സ് അടക്കാൻ പറ്റിയ രീതിയിൽ പറ്റുചീട്ട് ഉണ്ടാക്കിയെടുക്കണം. പറ്റുചീട്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം. നിങ്ങൾ എപ്പോഴും നിങ്ങൾ പത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ രോഗികളെ പോയി കാണുന്നു, അല്ലെങ്കിൽ പാവത്തങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നു, അതെല്ലാമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് പറയണത്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന വിധമുണ്ട്. ചെയ്യുന്ന വിധം തെറ്റിപ്പോയാൽ ചെയ്യുന്ന സ്പിരിറ്റുണ്ട്. എന്താണ് അത് പറയുന്നുണ്ട് വചനത്തിൽ? എന്താണ് നിങ്ങളുടെ വിളി? ഒന്ന് വായിച്ചേ. നിങ്ങളുടെ വിളിയും ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും. അപ്പൊ കൂടുതൽ ഉത്സാഹം എന്നാ പറഞ്ഞിരിക്കണത്. അതായത് ഇതിൻ്റെ വിഷയം എന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കാം, പക്ഷേ അത് എൻ്റെ സ്പിരിറ്റുണ്ട്. എന്താണ്? കൂടുതൽ ഉത്സാഹത്തോടെ. അല്ലാതെ മരിച്ചവരുടെ വീട്ടിൽ ചത്തവരിയ്ക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനെ കൊടുത്ത് ഒപ്പിക്കത്തില്ലേ, അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇതിപ്പോൾ എല്ലാം ഓരോ വചനം അങ്ങനെയാണ്. ഓർഡർ തമ്മാവ ആളറിയാവുന്നതാണ്. അത് നിങ്ങളിങ്ങനെ ഒപ്പിച്ചുണ്ടാക്കി ആക്കാനും വേണ്ടി ഒക്കാനിച്ചാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവം നോക്കണത് നിങ്ങളുടെ ഹൃദയമാണ് നോക്കണത്. നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടോ അതാണ് നോക്കണത്. ദൈവസ്നേഹത്തോടെയാണ് ഇത് ചെയ്യണത്. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾ ചെയ്യണത്. ഈ ദൈവസ്നേഹത്തോടെയുള്ള സ്നേഹം തന്നെ അത് ജോലിയോടുള്ള സ്നേഹമാണോ, അത് നിങ്ങളുടെ പ്രൊഫഷനുള്ള സ്നേഹമാണോ, അത് നിങ്ങളുടെ കാര്യം കാണാൻ വേണ്ടിയുള്ള സ്നേഹമാണോ, അതെല്ലാം കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത് നീണ്ടു നിൽക്കണ ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഒരു ടൈം ബൗണ്ട് ആകരുത്, അത് നീണ്ടു നിൽക്കണമെന്ന് പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഇന്ന് അങ്ങയോട് ഞാൻ കാണിക്കുന്ന തീഷ്ണത എന്റെ ആജീവനാന്തം കാണിക്കുവാനും അത് ദൈവസ്നേഹത്തോടെയും അങ്ങയോടുള്ള ആത്മബന്ധത്തിലും ആയിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. മക്കളെ, നമ്മൾ വളരെ താത്വികമായിട്ട് ഷാർപ്പ് ഷൂട്ടായിട്ടാണ് ഇത് പഠിക്കണത്. ഇത് പഠിച്ചാൽ നിങ്ങൾ അലഞ്ഞ് എപ്പോഴും ആലപ്പുഴ നടക്കേണ്ട കാര്യം വരത്തില്ല. ഉടമ്പടി കറക്റ്റ് ഷാർപ്പ് ഷൂട്ട് ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ ഈ ഫോർമുല നമുക്കറിയാമല്ലോ. ഞാനൊന്നും കയ്യിൽ നിന്നിട്ട് ഒരിക്കലും പറയത്തില്ല, ഒരു കഥ പറയത്തില്ല, ഒരു സംഭവം പറയത്തില്ല, ഒന്നും പറയത്തില്ല. എല്ലാം കർത്താവിൻ്റെ വചനങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. കർത്താവിൻ്റെ വചനങ്ങളിലുള്ള ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ ആരെയാണ് ഈശോ ഇഷ്ടപ്പെട്ടത്? ഇപ്പം നമ്മൾ 3:14 വായിച്ചു, അല്ലെങ്കിൽ 3:13. എന്താണ്? അവിടുന്ന് തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അതല്ല പ്രശ്നം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ആരാണ്? ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് ഉത്സാഹമുള്ളത്, അത്യുത്സാഹത്തോടെ ദൈവത്തെ സ്നേഹിക്കണത്, അല്ലെങ്കിൽ നിത്യകാലം മരണം വരെ ദൈവത്തെ സ്നേഹിക്കുമെന്ന് ഉറപ്പുള്ളവരെയാണ് ഈശോ ആദ്യം വിളിക്കണത്.
അത് നിങ്ങൾ ടെക്നിക്ക് മനസ്സിലാക്കണം. മരണം വരെ, അല്ലാതെ ഇപ്പോൾ ഒരു സീസൺ വന്നു, ഒരു പ്രശ്നം വന്നു, വസ്തു വിൽപ്പാനുണ്ടായി, അല്ലെങ്കിൽ ഒരു പശുവിനെ കച്ചവടം ചെയ്യാനുണ്ടായി, ആരും എടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ഒന്ന് ഉടമ്പടി ചെയ്തേക്കാം, അങ്ങനെയുള്ള ഉടമ്പടി ക്രിസ്ത്യാനിയെ ഒന്നും വിശ്വസിക്കത്തില്ല കർത്താവ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു വിളിയാണ്, അതേക്കാൾ ഉപരി ഇതൊരു തിരഞ്ഞെടുപ്പാണ്. അതിന് 2 പത്രോസ് 1:10 പറയുന്നത്. വിളി മാത്രമല്ല, തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? തിരഞ്ഞെടുക്കുന്നത് ഇഷ്ടപ്പെട്ടവരെയാണ്. ഇഷ്ടപ്പെട്ടത് ആരാണ്? അതായത് അവസാനം വരെ തൻ്റെ കൂടെ ആയിരിക്കുമെന്ന് ഈശോക്ക് ഉറപ്പുള്ളവരെയാണ്. അവസാനം വരെ ആയിരിക്കുന്നത് എന്തിനാണ്? ചുമ്മായല്ല, സുവിശേഷം കൈമാറണം. അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സുവിശേഷം കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ, സുവിശേഷം അതായത് യേശുവിനെ മറ്റ് വ്യക്തികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ പറയും പോപ്പാണെങ്കിലും രാജിവെച്ച് പോകാൻ പറയും. അതാണ് പ്രശ്നം. വേറെ ഒന്നുമില്ല, വേറെ മാർഗമൊന്നുമില്ല. സുവിശേഷം കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരായിട്ടും കാര്യമില്ല. അതൊക്കെ വെറും ഒരു ഫങ്ഷൻ മാത്രമായി പോകും. മറിച്ച് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് സുവിശേഷ കൈമാറ്റമാണ്. അത് ക്രിസ്തുവിനെ കണ്ണടച്ച് ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് എന്ത് എളുപ്പമാണ് സുവിശേഷം കൈമാറാൻ. കൃപാസനം പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുന്ന എത്രയോ പേരാണ് ആ പത്രം വായിച്ചിട്ട് കർത്താവിനെ തിരക്കി വരണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞുനാൾ മുതൽ, ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ കാലം മുതൽ തന്നെ അത് കൈമാറണം എന്നുള്ള മനസ്സിൽ എപ്പോഴും ഉണ്ട്. കാര്യം 6ാം ക്ലാസ് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വൊക്കേഷൻ ക്യാമ്പ് കേൾക്കണത്. കാര്യം ഈ ദൈവവിളിക്ക് വേണ്ടി ഞങ്ങളുടെ സ്കൂളിലെ അച്ഛന്മാർ വരുമ്പോൾ അവർ പറയണതാണ്, നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ആ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മരിയൻ പെരേര, ഞങ്ങളുടെ രൂപതയിൽ. അപ്പോൾ അദ്ദേഹം ബോർഡെ കൂടെ എഴുതിയിട്ട്, ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിൽ ബോർഡെ കൂടെ എഴുതിയിടണം ഞാൻ കാണുന്നുണ്ട്. ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കുക. 9ാം ക്ലാസ്സിൽ ഈ മനുഷ്യൻ വരും. പിന്നെ IMS യേശുദാസ് അച്ഛൻ വരും. ഇവരൊക്കെ എന്താ പറയണത്? വിളവധികമാണ്, വേലക്കാരെ ചുരുക്കം. സത്യം പറയാം, ഈ 2 വചനങ്ങളാണ് ഞാൻ 6ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും കേട്ടത്. ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട്. ഞാൻ ഇന്നും സെമിനാരി വെച്ച് -സെമിനാരി ചെല്ലുമ്പോൾ എനിക്കൊരു കുഞ്ഞു പുസ്തകം ഉണ്ടായി. കാര്യം പഴയ പുസ്തകങ്ങളുടെ എല്ലാം അവസാനത്തെ പേജ് കീറി എടുത്തിട്ട് തുന്നിക്കെട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പുസ്തകമാണ് കുഞ്ഞു പുസ്തകം. കാര്യം ഒരു പുസ്തകം മേടിക്കണ്ടേ, അപ്പോൾ അതിന് പൈസ വേണ്ടേ. അതിന് പകരം ബാക്കിയുള്ള പേജൊക്കെ അവസാനം എഴുതാത്ത പേജെല്ലാം കീറി എടുത്തിട്ട് കുത്തി കെട്ടിയിട്ട് സ്വന്തമായിട്ട് പുസ്തകം ഉണ്ടാക്കും. അതിന് മുഴുവനും എഴുതി വെക്കണത് വിളവധികം വേലക്കാർ ചുരുക്കമെന്നാണ്. അത് മുഴുവനും അന്ന് കാലത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം അതാണ്. അന്ന് മുതലേ കർത്താവ് എനിക്ക് ശ്വാസം പോലെ തന്നാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്. അതായത് നിങ്ങളോട് ഞാൻ അത് തന്നെ പറയണത്. എൻ്റെ മക്കൾ, അതാണ് സത്യം. അതായത് നിങ്ങൾ ജീവിതം കൊണ്ട് ഈശ്വരനെ കൈമാറാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടും. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തിനാണ് തിരഞ്ഞെടുക്കണത്. കേവലമായ ഒരു തിരഞ്ഞെടുപ്പുമില്ല. തിരഞ്ഞെടുപ്പെല്ലാം ഫലം പുറപ്പെടുവിക്കാനുള്ളതാണ്. അതിപ്പോൾ നമ്മൾ മർക്കോസിൻ്റെ 15-16 എടുത്ത് മർക്കോസ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-16 ശ്രദ്ധിക്കട്ടെ. പാടി വാഴ്ത്തുന്നു. ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് പാടുക. യോഹന്നാൻ 15-16. യോഹന്നാൻ 15-16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. എന്താ പറയണത്? നിങ്ങൾ പറഞ്ഞ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. അപ്പൊ എന്റെ അർത്ഥം, നമ്മൾ എന്തെങ്കിലും ഗിമിക്ക് കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പുള്ളിക്കാരനാണ് തിരഞ്ഞെടുക്കണത്, നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ലേ. ഇത് മർക്കട ന്യായം പോലെയാ. ഭാരത മീമാംസകളിലെ മർക്കട ന്യായമുണ്ട്, മാർജാര ന്യായമുണ്ട്. അപ്പോൾ മർക്കട ന്യായം എന്ന് പറയുമ്പോൾ, കുരങ്ങിൻ്റെ കുരങ്ങ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തള്ളക്കുരങ്ങിൻ്റെ മുതുകത്ത് ഈ കുഞ്ഞു കുരങ്ങ് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണം. അപ്പോൾ അവിടെ പിടിച്ചിരുന്നില്ലെങ്കിൽ തള്ളക്കുരങ്ങ് ചാടുമ്പോൾ കുഞ്ഞ് തെറിച്ചു പോകും. അവിടെയാണ് കുഞ്ഞിന് ഒരു റോളുണ്ട്. പക്ഷെ പൂച്ച മാർജാര ന്യായം എന്താ? പൂച്ച കുഞ്ഞിനെ കൊണ്ടുപോകണമാണ്. അവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല അല്ലേ. മച്ചിൻ്റെ പുറത്തേക്ക് പൂച്ച കയറണം എങ്ങനെയാണ്? കുഞ്ഞു കൊച്ചിനെ കടിച്ചോണ്ട് കയറും. ഇങ്ങനെ ചോദിച്ചു പോലെ കിടക്കേ ഉള്ളൂ. അവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല.
അതുപോലെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് ഒരു സീരിയസ് വെല്ലുവിളിയാണ്, ഒരു ചാലഞ്ചാണ്. അത് നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, എൻ്റെ കർത്താവേ, എൻ്റെ കഴിവിനേക്കാൾ ഉപരി നിന്റെ കൃപയിലാണ് എൻ്റെ ദൈവവിളിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നാൽ ആകർഷിക്കപ്പെടാൻ എനിക്ക് ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ച് 15-16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ പെടാനുള്ള മാർഗമുണ്ട്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ നമ്മളെ പെടാനും ദൈവത്താൽ ആകർഷിക്കപ്പെടാനുള്ള മാർഗം എന്താണ്? വായിച്ചോളൂ. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. രണ്ട് കാര്യമാണ്. ഒന്നെന്താണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം. പിന്നെന്താണ്? നിങ്ങളുടെ ഫലം നിലനിൽക്കണം. അപ്പം നിലനിൽക്കുന്ന ഫലമാണെന്ന് ഫലം പുറപ്പെടുവിക്കുമെന്ന് കണ്ടാൽ, ആ ഫലം നിലനിൽക്കുന്നതാണെന്ന് കണ്ടാൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ല, സീസണലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെല്ലാവരും അനുവർത്തിക്കുന്ന സീസണൽ സ്പിരിച്വാലിറ്റിയാണേ. ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥനാ പദ്ധതി ഉണ്ടായി. അത് പ്രാർത്ഥനയും സാക്ഷ്യം പറഞ്ഞ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അത് ഇഷ്യൂ ബേസ്ഡാണ്. പക്ഷെ അത് നിലനിൽക്കണില്ല. അവിടെ പ്രശ്നം. തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ രണ്ട് ക്വാളിറ്റി വേണം. എന്താണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം. ഫലം ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കണം. ഫലം പുറപ്പെടുവിക്കണം. പിന്നെ എന്താണ്? ഫലം നിലനിൽക്കണം. എന്ന് വെച്ചാൽ അത് ഈ രണ്ട് കാര്യം, ഫലം പുറപ്പെടുവിക്കണം. പിന്നെ എന്താ ഒന്ന് പറഞ്ഞേ? ഫലം പുറപ്പെടുവിക്കണം. രണ്ടാമത്തെ എന്താണ്? ഫലം നിലനിൽക്കണം. നിങ്ങൾ ഈ നിലനിൽക്കുന്ന ഫലമാണ് പുറപ്പെടുവിക്കുന്ന ആൾക്കാരാണെങ്കിലും, നിങ്ങളുടെ 45 വയസ്സ് കഴിഞ്ഞാലും 50 വയസ്സ് കഴിഞ്ഞാലും 60 വയസ്സ് കഴിഞ്ഞാലും ഒക്കെ കർത്താവിൻ്റെ കൃപയിൽ കർത്താവിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുമെന്ന് എങ്ങാനും ദൈവത്തിന് മനസ്സിലായാൽ പിന്നെ ഈ തിരഞ്ഞെടുപ്പ് പെട്ടെന്നാവും. ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ എന്നെ നീ തിരഞ്ഞെടുക്കണമേ. എന്നെ ഫലം പ്രാപിക്കുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറ്റണമേ. ഫലം നിലനിൽക്കുന്ന സൃഷ്ടിയായി മാറ്റണമേ. രണ്ട് കാര്യവും പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം ഉടമ്പടിയോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്താണ്? സമയച്ചുരുക്കത്തിൻ്റെ സംഭവമാണ് ഇതെല്ലാം. സമയച്ചുരുക്കം ആർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കണത്? അതായത് അത് 13:20 വായിച്ച ഒന്നൊരു മർക്കോസ് സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ. പറഞ്ഞ കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അപ്പൊ സമയം ചുരുക്കണത് ദൈവത്തിന്റെ പ്രഖ്യാപിതമായ നയപരിപാടിയാണ്. ആ നയപരിപാടിയിലുള്ളതാണ് സമയം ചുരുക്കി കൊടുക്കും ആർക്കായാലും. പക്ഷേ സമയം ചുരുക്കാൻ എളുപ്പം എന്താണ്? തിരഞ്ഞെടുക്കപ്പെടുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി സമയം ചുരുക്കും. ആരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. എന്ത് ഫലമാണ്? നിലനിൽക്കുന്ന ഫലം. നിലനിൽക്കുന്ന ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയോളം നിലനിൽക്കുന്ന ഫലം. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നിങ്ങൾ പഠിക്കുന്ന കാലത്തെ ബോണിയമ്മിൻ്റെ ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ ഭയങ്കര കത്തി നിൽക്കുന്ന കാലമായിരുന്നു. അപ്പോൾ ഞാൻ ആ കാലങ്ങളിലൊക്കെ വായിച്ചുകൊണ്ടിരുന്നത് 87-ാമത്തെ സങ്കീർത്തനമാണ്. അതിപ്പോൾ വായിച്ചാലും നമുക്ക് ഫീലാകും.
കാര്യം ബാബിലോൺ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് ഞങ്ങൾ പാടി. അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾ സിയോനെക്കുറിച്ച് പാടാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓ സിയോൻ. കാര്യം ഇവരെ ജെറുസലേമിൽ നിന്ന് ക്യാപ്റ്റിവിറ്റിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബാബിലോണിലെ ഇറാഖിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ബാബിലോൺ നദിയുടെ തീരത്ത് ഇരുന്നുകൊണ്ട് ഇവർ സിയോനോർത്ത് വിലപിക്കണ കാലമാണ്. അപ്പോഴാണ് പറയുന്നത്, ഓ സിയോൻ, നിന്നെക്കുറിച്ച് ഓർത്തില്ലെങ്കിൽ ഞങ്ങളുടെ നാവുകളെ ഞങ്ങളുടെ കണ്ടത്തിൽ ഒട്ടിച്ചേർന്ന് കൊള്ളട്ടെ. അപ്പം ഞങ്ങളുടെ അലരികൾ, അവിടുത്തെ അലരികൾ മരങ്ങളിൽ ഞങ്ങളുടെ കിന്നരനാദങ്ങൾ നിങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് ഈ കാറ്റിവിൽ കിടക്കുന്ന മനുഷ്യരെ, അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മനുഷ്യർ അവിടെ ചങ്ങല കിലുക്കി സിയോനെക്കുറിച്ച് കൊണ്ടും ഈ ദൈവത്തെക്കുറിച്ച് കൊണ്ടും പാടും. എൻ്റെ ദൈവവേദനയിലെ വേദനയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടാണിത്. എന്താണ്? ഞങ്ങൾ പാടിയാർക്കും അലരികളിൽ ഞങ്ങളുടെ കിന്നര തൂക്കിക്കൊണ്ട് ലോകമാകുന്ന ഈ ബാബിലോണിൻ്റെ കരയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ അങ്ങയെ ഓർത്ത് പാടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യാശയുടെ പാട്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ വിലങ്ങുകൾ ഒടിഞ്ഞു വീഴും. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമിയിലേക്ക്, വാഗ്ദാന ഭൂമിയിലേക്ക് കൊണ്ടുപോകും. കൈ ഇടിച്ച് കർത്താവോടെ പ്രിയപ്പെട്ടവരെ, അതായത് ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ജെസ്സി അഗസ്റ്റിൻ്റെ ഇന്നലെ ഉണ്ടായിരുന്നു സാക്ഷ്യം. അവർ പാലക്കാരിയാണ്. ഇപ്പോൾ ഒരു ഒമാൻ ഹോസ്പിറ്റലിൽ താമസിക്കുക. ഒമാൻ ഹോസ്പിറ്റലിൽ അവർ നേഴ്സിംഗ് സൂപ്പറുണ്ട്. ഇവർ കർത്താവിനാൽ സെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യം ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. നമ്മുടെ ടോക്ക് എന്താ? തിരഞ്ഞെടുക്കപ്പെട്ടവർ. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങളെ പോയി ഫലം പുറപ്പെടുവിക്കാനും നിങ്ങളുടെ ഫലം നിലനിൽക്കാനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നിയോഗത്തെക്കുറിച്ച് അവർക്കൊരു അഭിഷേകം കിട്ടി. കർത്താവാണ് എന്നെ നിയോഗിച്ചത്. ഉടമ്പടി കാലത്ത് ഉടമ്പടി സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്, ഒത്തിരി പേർക്ക് നിയോഗം കിട്ടണുണ്ട്. ശക്തമായ നിയോഗം. ഈ നിയോഗം കിട്ടിയതിന് ശേഷം അവർ എല്ലായിടത്തും പറന്ന് വെട്ടി. എനിക്ക് തോന്നുന്നത് കരിസ്മാറ്റിക് യുഗത്തിനേക്കാൾ ശക്തമായ രീതിയിൽ ഉടമ്പടി യുഗത്തിൽ നിയോഗങ്ങൾ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കർത്താവിൽ നിന്ന്. കാര്യം അവർക്ക് പ്രവർത്തിക്കാൻ കയ്യിലുണ്ട്. എന്തെല്ലാം ഉണ്ട് കയ്യിൽ പ്രവർത്തിക്കാൻ? ഉടമ്പടി ഉപ്പുണ്ട്. എന്തെല്ലാം ആയുധങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഉടമ്പടി ഉപ്പുണ്ട് അല്ലേ? ഉടമ്പടി കാശുരൂപമുണ്ട് അല്ലേ? ഉടമ്പടി തൈലമുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയുധങ്ങളാണ്. എന്തിനുള്ള ആയുധങ്ങളാണ്? ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറാൻ വേണ്ടിയുള്ള ആയുധങ്ങളാണ്. ഇത് കൈമാറാനുള്ള നിയോഗം കിട്ടിയാൽ പിന്നെ നിങ്ങൾ അത്യുത്സാഹം കാണിക്കണം. ഇപ്പം ജെസ്സി അഗസ്റ്റിൻ്റെ സാക്ഷ്യം എന്താൽ, ഇവർ ഒമാനിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഫസ്റ്റ് റൗണ്ട് വിസിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുട്ടി കാഴ്ചയില്ലാണ്ടിരിക്കുകയാണ്. എന്തോ സംഭവം എറി കൊണ്ടാണെന്ന് തോന്നുന്നത്. കണ്ണിൻ്റെ കാഴ്ച പോയി. 6/6 കാഴ്ച എന്നവർ ടെക്നിക്കലായിട്ട് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ കണ്ണിന് 6 കാഴ്ചകൾ കറക്റ്റാകുമ്പോഴാണ് ഫുൾ കാഴ്ച നമുക്ക് കിട്ടുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഇവന് ഒരു കാഴ്ചയുമില്ലാതെ ഇങ്ങനെ അന്ധനായിരിക്കുകയാണ്. അവൻ പയ്യൻസാണ്. അവൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവർ മുസ്ലിം ലേഡിയാണ്. പക്ഷേ ഈ നേഴ്സ് ജെസ്സി അഗസ്റ്റിൻ ഈ കുഞ്ഞിനെ കാണുമ്പോൾ പറയും, ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നാ ഭാഷയിലാണ്? ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എന്ത് ചോദിക്കും? അറബിയിലോ എന്ന് ചോദിക്കും. അപ്പോൾ ജെസ്സി അഗസ്റ്റിൻ പറയും, ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും കേൾക്കണ ഒരാളാണെന്ന് പറയും. അതാണ് അവർക്ക് ആ സമയത്ത് അവരുടെ ഡയലോഗ് ഭയങ്കര രസമാണ്. അതായത് അവർക്ക് തന്നെ അറിയത്തില്ല ഇതെങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കണമെന്ന്. ഇപ്പോൾ അവർക്ക് ബോധ്യം കിട്ടിയപ്പോൾ ഉടനെ ഇവർ പ്രാർത്ഥിച്ചാൽ ശരിയാകുമെന്ന് ഒരു ബോധ്യം ആ ഒമാൻകാരത്തേക്ക് കിട്ടി. ഉടനെ പറഞ്ഞു, ഓക്കെ യു പ്രേ എന്ന് പറയും. ഇവരങ്ങനെ അവിടെ ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് പ്രെയർ ചെയ്യും. പ്രെയർ ചെയ്തിട്ട് ഉടമ്പടി തൈലം എടുത്ത് കുഞ്ഞിനെ നെറ്റി കുരിശ് വരച്ച് കണ്ണിലും പെരട്ടിയിട്ട് പിറ്റേ ദിവസം അവിടെ കൊണ്ട് വരുമ്പോൾ ഈ കുഞ്ഞ് ഒരിക്കലും കാണാത്ത പോലെ മുമ്പത്തേക്കാൾ തെളിച്ചം കിട്ടും. പിന്നെ അവർ ഫോളോ അപ്പ് ചെയ്യും.
അതിൻ്റെ പുറകെ ഫോളോ അപ്പ് ചെയ്ത് പിറ്റേ ദിവസം പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ കുഞ്ഞ് കാഴ്ച പ്രാപിച്ച് വീട്ടിലോട്ട് പോകും. പിന്നെ ഇവർ ഫോളോ അപ്പ് വീട്ടിലോട്ട് വിളിക്കുമ്പോൾ ചോദിക്കും, പാടി വാഴ്ത്തുന്നു. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ നിന്റെ ശക്തി പ്രകടമാക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. പിറ്റേ ദിവസം ഇവർക്ക് നിയോഗം കിട്ടിയിരിക്കണമല്ലോ. നിയോഗം കിട്ടിയിരിക്കണ പിറ്റേ ദിവസം ഇതുപോലെ ഇവർ രോഗിയെ കണ്ടുമുട്ടും. റുക്കിയ എന്നും പറഞ്ഞൊരു ഇതുപോലെ തന്നെ റൊമാൻ ലേഡിയെ കുഞ്ഞിനെ കാണും. ആ കുഞ്ഞിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെന്റിലേറ്റർ പോലെ ഈ കുഞ്ഞിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂമോണിയ കയറിയിട്ട് പതിര ബ്ലോക്കായിട്ട് കാർബൺ ഡയോക്സൈഡ് 100-120% കൂടി. അപ്പോൾ വെന്റിലേറ്റർ ഇവരെ റിജക്റ്റ് ചെയ്യുന്നു. വെന്റിലേറ്ററിലാണല്ലോ അവസാന അഭയം, കൃത്രിമ ശ്വാസം കൊടുക്കണം. വെന്റിലേറ്റർ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള അപ്പോഴും ജെസ്സി അഗസ്റ്റിന് തോന്നി ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഉടനെ അവരോട് ചോദിച്ച്, ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഉടമ്പടിയുടെ റേഞ്ച് പോണ പോക്ക് കണ്ടില്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യമൊക്കെ പറഞ്ഞിരുന്ന കേട്ടോ. കർത്താവിനെ കൈമാറാൻ തയ്യാറായാൽ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടത്തുള്ളൂ. തിരഞ്ഞെടുത്താൽ പിന്നെ അത് നിത്യമായ തിരഞ്ഞെടുപ്പായിരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ നിന്നെ ലോകത്തിന് കൈമാറാൻ കിട്ടുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്താതെ പൊതു പൗരോഹിത്യത്തിലേക്ക് എന്നെ പുതു അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.